പിണങ്ങിക്കഴിയുന്ന ഭാര്യ വീട്ടിൽ മകളെ കാണാനെത്തിയ യുവാവിന് ഭാര്യ ബന്ധുക്കളുടെ ക്രൂരമർദ്ദനം. ഇരുമ്പ് വടികൊണ്ടുള്ള ആക്രമണത്തിൽ തലയ്ക്ക് 14 തുന്നലുകളും കാലൊടിഞ്ഞ് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാവായിക്കുളം സ്വദേശിയായുള്ള സുധീഷ്. രാത്രി ഒരു 8 മണിയായപ്പോഴത്തേക്ക് ഞാൻ 3 നേരം തിരക്കി പോയി. എന്നെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞ് പോയി. അങ്ങനെ പിള്ളേരെ വിളിച്ചപ്പോൾ പിള്ളേർ ഇറങ്ങി വന്നില്ല. എൻ്റെ അമ്മാവീരെ ചേട്ടത്തിയുടെ മോളമ്മ ഇത് കേട്ട് ഇറങ്ങി വന്നു. ഇവർ വീട്ടിൽ കയറിയിട്ട് ഓടിക്കൊണ്ടുവന്ന് എന്നെ പിടിക്കുകയും അടിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മാവൻ ഓടി വന്ന് എൻ്റെ ഭാര്യ പിടിച്ചാൻ ശ്രമിച്ചെങ്കിലും ഇവരും 3 പേരോടെ എന്നെ അടിക്കുകയായിരുന്നു. ഇവൻ വടികൊണ്ട് തലയ്ക്ക് അടിച്ചപ്പോൾ തന്നെ താഴെ വീണു. ഇവിടെ നിന്ന് അവൻ ജോലിയും കഴിഞ്ഞ് വന്ന് ചോറുണ്ടോണ്ട് ഇവിടെ നിന്ന് നിന്നതാണ്. ഇവിടെ നിന്നിട്ട് അമ്മ ഇറങ്ങിപ്പോയി അപ്പുറത്ത് പോയെന്ന് പിന്നെ ഈ കൊച്ചുങ്ങൾ വിളിച്ചപ്പോഴാണ് പറഞ്ഞ അച്ഛമ്മ ഇവിടെ വന്നിരിക്കുന്നു പിടിച്ചോണ്ട് പോകാൻ. ഞാൻ ചെന്ന് പിടിച്ചപ്പോൾ ഇവൻ വന്നില്ല. ഞാനിങ്ങ് പോരുന്നു, നീ എന്തരാ ചെയ്യുമെന്നും പറഞ്ഞു. ഞാൻ ഇങ്ങ് വന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം യവനെ പിന്നെ ആൾ വരുന്നു. യവനെ എടുത്തിട്ട് അടിച്ച് ഊപ്പാട് വരുത്തി തലയും പൊളന്ന് കാലും ഓടിച്ച് റോട്ടിലിട്ടേക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഓടിച്ചെന്ന് നോക്കിയപ്പം ബോധമില്ല ബൊക്കണോ ഇല്ലാതെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ഒരു മനുഷ്യരും അനങ്ങുന്നില്ല. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അപ്പം ഇവിടുത്തെ ഈ വാർഡ് മെമ്പറാണെന്ന് തോന്നുന്നു. അവൻ പിന്നെ സ്റ്റേഷനിൽ വിളിച്ച് 108 വിളിച്ച് വിട്ട് തന്നു. ആ പോലീസുകാർ വരുന്നത് വരെ അവൻ ആ രക്തത്തിൽ കിടന്നു. അവിടെ പോലീസുകാർ വന്ന് ആംബുലൻസിൽ കയറ്റി വിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. തലയിൽ 16 തയ്യലുണ്ട്, കാലിൽ എക്സ്റേ എടുത്തപ്പോൾ പൊട്ടലുണ്ട്. വിട്ട് ഇനി അടുത്ത വെള്ളിയാഴ്ച കൊണ്ടുപോകണമെങ്കിൽ ഒരു വണ്ടി പിടിക്കാൻ 2000 രൂപ എൻ്റെ ഒരു നിവർത്തിയില്ല. ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അവർ കേസ് എടുത്തു പോലും എടുത്തില്ല പോലും. എത്ര മാസമാണ് ഇവിടെ കിടക്കുന്ന അത്രയും മാസത്തെ ചിലവിൻ്റെ പൈസ ഈ അടിച്ചവരവന് കൊടുക്കണം. എനിക്ക് നീതി കിട്ടണം മക്കളെ. എന്ന് വെച്ചാൽ എനിക്ക് തരാനും മേടിക്കാനും ഒന്നും ഒരു മനുഷ്യരും ഇല്ല. ഞാൻ ഇറങ്ങിപ്പോയെങ്കിലേ എനിക്ക് കഴിയാൻ പറ്റും. അവളെ സഹോദരൻ മെനങ്ങാന്ന് ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോയി. ഞാൻ ഇല്ലാതായിപ്പോയി. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഒറ്റ അടിക്ക് കൊന്നേനെയെന്ന്.